Hey guys, welcome to day 7 of daily vlog. ഒരു ദിവസത്തെ കാറ്ററിംഗ് ജീവിതമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെട്ടിയിടുന്നത് പക്രുച്ചേട്ടനാണ്. ജ്യൂസ് കൊടുക്കാനുള്ള തണ്ണിമത്തൻ, അത് കഴിഞ്ഞതാ ഇത്രയും പ്ലേറ്റുകൾ ഇതാ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇനി തുടച്ച് ക്ലീനാക്കി നൈസാക്കി വെക്കണം. കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ വ്ളോഗ് എന്നത്തെയാണെന്ന് വെച്ചാൽ ദീപാവലി ദിവസം രാത്രിയിലത്തെ പരിപാടിയാണ്. പ്ലേറ്റ് തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ടേബിളിലെടുത്ത ക്ലോത്ത് ഇടലാണ്. ഞാൻ ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ ആക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണ്. ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ വരാത്തതുകൊണ്ട് പിന്നെ എല്ലാ സൈഡിലും മൂലയ്ക്കും പോയി പിന്നെ അത്രയും വലിച്ച് നേരാക്കി. അങ്ങനെ ആക്കിയിട്ട് ഈ 2 സൈഡും കൂടെ പിടിച്ച് കെട്ടിയിട്ട പരിപാടി കഴിഞ്ഞു. ഇനി ഇതൊക്കെ ചെയ്തിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അടുത്ത പണി വരും. ചെയർ ക്ലോത്ത് എല്ലാം അടുക്കി പിറക്കി ആദ്യം ചെയറിലിട്ടിട്ട് അതിനെല്ലാം തുണി ഉടുപ്പിച്ച് കൊടുക്കണം. അതായത് പോലെ എടുക്കണം, ഇതിൻ്റെ മൂല എവിടെയെന്ന് കണ്ടുപിടിക്കണം, ഇട്ട് കൊടുക്കണം, വലിച്ച് നീട്ടി കൊടുക്കണം, കഴിഞ്ഞു. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ തന്നെ സ്റ്റേജ് വർക്കും അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരിക്കും. പിന്നെയുള്ള മെയിൻ പാർട്ടെന്ന് പറഞ്ഞാൽ യൂണിഫോം എടുത്തിട്ടല്ലാണ്. അതൊക്കെ ആക്കി വന്നപ്പോഴത്തേക്കും സ്റ്റേജും റെഡിയായി. കാറ്ററിങ്ങിന് പോകുന്നവർക്ക് എന്തായാലും ഈ വണ്ടി കണ്ടാൽ മനസ്സിലാവും എന്തിനാണെന്ന്. ഈ വലിയ അണ്ടാവെടുത്ത് വലിച്ചുകൊണ്ട് പോകാനായിട്ടാണ്. വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖപ്പണിയാണ്. ഇത് ജോലി ഒന്നും ചെയ്യണ്ട, വീഡിയോ എടുത്തങ്ങ് നടന്നാൽ മതി. ഇവരൊന്ന് മോട്ടിവേറ്റ് ആക്കി കൊടുത്താൽ മതി, ഇവർ ഫുൾ പണി എടുത്തോളൂ. അങ്ങനെ പിന്നെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിനി ഗസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കാറ്ററിംഗ് ജീവിതം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.